വളരെ സന്തോഷം തോന്നി. കാരണം 2 വർഷത്തെ പരിശ്രമമാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മളൊരു റാങ്ക് ലിസ്റ്റിൻ്റെ രൂപത്തിൽ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. നമ്മുടെ കൂടെയുള്ളത് മലപ്പുറത്തെ UPSC റാങ്കിൽ 6ാം റാങ്ക് നേടിയിട്ടുള്ള അനു മിസ് ആണ്. മിസ് ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്. താങ്ക് യു. മിസ് ഈ റിസൾട്ട് അറിഞ്ഞ സമയത്ത് എന്താണ് തോന്നിയത്? വളരെ സന്തോഷം തോന്നി. കാരണം 2 വർഷത്തെ പരിശ്രമമാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മളൊരു റാങ്ക് ലിസ്റ്റിൻ്റെ രൂപത്തിൽ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. മിസ് തന്നെയാണോ നോക്കിയിരുന്നത്? ഞാൻ തന്നെ നോക്കിയത്. നമ്മൾ ഏറ്റവും അവസാനമാണ് മലപ്പുറം വന്നത്. അപ്പോൾ രാവിലെ തൊട്ടേ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു. മലപ്പുറം ഏറ്റവും അവസാനം വന്നപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. എന്നാലും അവസാനം 6 റാങ്ക് എന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എക്സാം എഴുതി കഴിഞ്ഞ ഒരു സമയത്ത് തോന്നിയിരുന്നോ ഇങ്ങനെ ആദ്യത്തെ റാങ്കുകളിൽ വരുമെന്ന്? എക്സാം എഴുതി ഒരു മാർക്ക് നോക്കിയപ്പോൾ എനിക്ക് ഏകദേശം വലിയ കുഴപ്പമില്ലാതെ റാങ്ക് ഉണ്ടാവും എന്ന് ഉറപ്പായിരുന്നു. പിന്നെ 80 എബോവ് ഒരുപാട് പേരുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നതുകൊണ്ട് ഞാൻ 10ൻ്റെ ഉള്ളിൽ വരുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു 50ൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ഹോപ്പിലായിരുന്നു. ഈ പ്രിപ്പറേഷൻ്റെ സമയത്ത് എയ്സിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞാൻ BEd കഴിഞ്ഞു. പിന്നെ UP എക്സാം പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കിയപ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ട്സൊക്കെ എയ്സിലാണ് പഠിച്ചത്. ആ സമയത്ത് നമ്മുടെ പെരിന്തൽമണ്ണയിലെ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് എയ്സ് തന്നെയാണല്ലോ. അപ്പോൾ ഒരുപാട് പേരോട് ഞാൻ അഭിപ്രായങ്ങൾ ചോദിച്ചു. എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് എയ്സിനെ പറ്റി പറഞ്ഞത്. അങ്ങനെ പിന്നെ ഒന്നും ആലോചിച്ചില്ല, എയ്സിൽ വന്ന് ജോയിൻ ചെയ്തു. ക്ലാസ് ഫസ്റ്റ് UPയുടെ ആദ്യത്തെ ബാച്ചിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് പെരിന്തൽമണ്ണ. അങ്ങനെയാണ് എയ്സ് കണ്ടുപിടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഒരേ ഒരു ഓപ്ഷൻ എയ്സ് തന്നെ ആയിരുന്നു. ഓക്കെ, പിന്നീട് അങ്ങോട്ട് എയ്സിന്റെ കൂടെയുള്ള ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഞാൻ വരുമ്പോൾ PSC പറ്റിയിട്ട് ഒരു ധാരണയും ഇല്ലാതെ വന്ന ഒരാളാണ്. എന്താണെന്നൊന്നും ഒന്നും അറിയില്ലായിരുന്നു. ആ ആളെ ഇന്ന് UP ലിസ്റ്റിലെ 6ാം റാങ്കിൽ എത്തിച്ചത് എയ്സാണ്. എല്ലാം കൊണ്ടും എയ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടും പറയാനുള്ളത് എയ്സിൻ്റെ എക്സാംസിനെ പറ്റിയിട്ടാണ്. ഒരു എക്സാം പോലും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാ അധ്യാപകരും വളരെ നല്ല ക്ലാസ്സാണ് തന്നത്. എയ്സിലെ മെറ്റീരിയൽസ് പറയുന്നത് വേണം, അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, ഞങ്ങളുടെ കോച്ചിങ് കഴിഞ്ഞതിന് ശേഷം എക്സാം ബാച്ച് എയ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും എക്സാം, ഓരോ വീക്കിൽ 2 എക്സാംസ് വീതം. ആ എക്സാംസാണ് ശരിക്കും എനിക്ക് ഇത്രയും നല്ലൊരു റാങ്ക് നേടാൻ സഹായിച്ചത്. കാരണം നമ്മൾ നെഗറ്റീവ്സ് എങ്ങനെ കുറയ്ക്കുക, പിന്നെ എക്സാമിനോടുള്ള ഒരു പേടി, പിന്നെ നമ്മൾ ഓരോ ടോപ്പിക്കിൻ്റെ അത്രയും ഡീപ്പിലേക്കാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ എക്സാം വന്നപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എക്സാം, നമ്മൾ അത്രയും ടഫായിട്ടുള്ള എക്സാം എഴുതി ശീലമായിട്ട് പെട്ടെന്ന് ഇത്രയും സിമ്പിളായിട്ടുള്ള എക്സാം കണ്ടപ്പോൾ നമ്മൾ തന്നെ ആകെ ഞെട്ടിപ്പോയി. അത്രയും അത്രയും നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതേപോലെ പടയൊരുക്കം എന്ന് പറഞ്ഞിട്ട് എയ്സിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. എയ്സിലെ എല്ലാ കുട്ടികളും എഴുതിയിട്ടുള്ള എക്സാം. അങ്ങനെ എക്സാമാണ് എനിക്ക് എയ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയേണ്ട കാര്യം. ഓക്കെ, പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടായിരുന്നോ? എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയത് സൈക്കോളജിയാണ്. ഒന്നാമത് BEd നമ്മൾ സൈക്കോളജി ഇംഗ്ലീഷിലാണ്, പക്ഷെ നമുക്ക് എക്സാം വരുമ്പോൾ മലയാളത്തിലാണ് സൈക്കോളജി. അപ്പോൾ ആ വേർഡ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അത് മാറി. കാരണം സൈക്കോളജി അത്രയും നല്ല ക്ലാസ്സാണ് നമുക്ക് എയ്സിൽ നിന്ന് കിട്ടിയത്. പിന്നെ റാങ്ക് ഫയലൊക്കെ വായിക്കുമായിരുന്നു. വലിയ ബുദ്ധിമുട്ടില്ലാതെ സൈക്കോളജി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഓക്കെ ആയി. നമ്മൾ ഒന്ന് തുടങ്ങുന്ന പോലെ ആണ് സൈക്കോളജി പഠിച്ച് തുടങ്ങിയത്. ഇതുവരെ ഒന്നും അറിയാത്ത ഒരാളെ എങ്ങനെയാണോ സൈക്കോളജി പഠിക്കുന്നത് അതുപോലെയാണ് സൈക്കോളജി ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. മിസ്സിന് എന്തെങ്കിലും പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? ഇത്ര സമയം പഠിക്കുക, ഫോണൊന്നും യൂസ് ചെയ്യാതെ പഠിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലർ. അതുപോലെയൊക്കെ ഫോണൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആവശ്യത്തിന് മാത്രം. അങ്ങനെ അല്ല സോഷ്യൽ മീഡിയയിൽ പോകുന്ന അങ്ങനെ ഒരാളൊന്നും അല്ല. പക്ഷെ ഒരു സിസ്റ്റമാറ്റിക് ആയിരുന്നു. എന്നും ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത അന്ന് തൊട്ട് ഇൻ്റർവ്യൂവിൻ്റെ ദിവസം വരെയും പഠിക്കൽ തന്നെയായിരുന്നു. എനിക്ക് വേറെ ഒരു പണി ഉണ്ടായിരുന്നില്ല. ഞാൻ ഉറങ്ങാൻ മാത്രമേ വേറെ സമയം കണ്ടെത്തിയിട്ടുള്ളൂ. ബാക്കി ഫുൾ സമയം പഠനം തന്നെ ആയിരുന്നു മെയിനായിട്ട്. നമ്മൾ മാരീഡൊന്നും അല്ല, അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്ക് പഠനം മാത്രം മതി. നന്നായിട്ട് ഉറങ്ങിയിരുന്നു. ഉറക്കവും പിന്നെ പഠിത്തവും, വേറെ ഒന്നുമില്ല. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. ഞാനൊന്നും ചെയ്തിരുന്നില്ല സത്യം പറഞ്ഞു. ഈ പഠിത്തം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. 2 വർഷം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കൂടെ നിന്നു. പുറത്തുള്ളവരൊക്കെ പലതും പറയുമ്പോഴും നമ്മളെ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക്
വലിയ പേടിയൊന്നുമില്ലല്ലോ. അതെ. SCERT ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ 5ാം ക്ലാസ് തൊട്ട് 10 വരെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് നമ്മൾക്ക് സയൻസും പിന്നെ സോഷ്യൽ സയൻസും ആണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അത് രണ്ടും ഞാനൊരു നോട്ട് ഉണ്ടാക്കിയിരുന്നു, സ്വയം നോട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് പിന്നെ റിവിഷൻ ആകുമ്പോൾ ആ നോട്ട് നോക്കിയാൽ മതി. ടെക്സ്റ്റ് ബുക്ക് വളരെ വാരി വലിച്ചിട്ടാകും, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ അതേപോലെ കറണ്ട് അഫെയർസ് നമ്മൾ എന്നും പേപ്പർ വായിച്ച്, അത് കറണ്ട് അഫെയർസിൻ്റെ നോട്ട് ഞാൻ തുടങ്ങിയ അന്ന് തൊട്ട് ഇൻ്റർവ്യൂവിൻ്റെ അന്ന് വരെയും ഞാൻ കറണ്ട് അഫെയർ നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അന്ന് പേപ്പർ എന്തായാലും ഡെയിലി നമ്മൾ വായിക്കണം. പേപ്പർ വായിക്കാത്ത ഒരിക്കലും നമ്മൾ പേപ്പർ വായിക്കൽ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം അതിലൊക്കെ നമുക്ക് കറണ്ട് അഫെയർസ് വേറെയും കിട്ടും. അതും നമ്മൾ ഈ നോട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിവിഷൻ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ കറണ്ട് അഫെയർസ് നമുക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നില്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഡെയിലി കറണ്ട് അഫെയർസ് നമ്മൾ അപ്ഡേറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും പാടുള്ള സബ്ജക്റ്റ്. മിസ് ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ? ആദ്യമായിട്ടാണ്. മുന്നേ വേറെ PSC എക്സാംസ് എഴുതിയിട്ടുണ്ടോ? PSC ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടേ കുറേ PSC എക്സാംസ് വെറുതെ നമ്മൾ പോയി എഴുതുമല്ലോ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ എഴുതി. ഇപ്പോൾ LDC ലിസ്റ്റിലുണ്ട്, അതേപോലെ ഒരു അസിസ്റ്റന്റ് മാനേജർ കേരള ബാങ്ക് ആ ലിസ്റ്റിലും ഉണ്ട്. അങ്ങനെ 2 ലിസ്റ്റിലുണ്ട്. ഓക്കെ. പഠിച്ചെഴുതിയതപ്പോൾ? പഠിച്ചത് ഞാൻ UP മാത്രമാണ്, വേറെ ഒന്നും നോക്കിയിട്ടില്ല. UP സിലബസ് മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനമായിരുന്നു. ഏതെങ്കിലും ഒരു പോയിന്റിൽ മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് എന്തെങ്കിലും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? അത് നമ്മൾ 2 വർഷത്തെ ഒരു ജേണിയാണ്. അപ്പോൾ എന്തായാലും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇടയ്ക്കെങ്കിലും അയാൾക്ക് തോന്നാതിരിക്കില്ല, അത് നമ്മളെ കൊണ്ട് സാധിക്കില്ല, ക്വിറ്റ് ചെയ്യാമെന്ന് തോന്നും, ആർക്കായാലും തോന്നും. പക്ഷേ അത് കാരണം നമ്മളെ സൊസൈറ്റിയാണ്. കാരണം ഒന്നാമത് ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് അതാണ്, ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അല്ലെങ്കിൽ രാവിലെ PSC എന്ന് പറഞ്ഞ് ബാഗും തൂക്കി ഇറങ്ങും, ഇതാണ് അവരുടെ ഒരു കമൻറ്റ്. അവർ ചിലപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും, അത് ചിലപ്പോൾ നമുക്ക് വല്ലാണ്ട് വേദനിക്കുകയും ചെയ്യും ചിലപ്പോൾ. പക്ഷെ ഞാൻ അത് അത്ര സീരിയസ് ആക്കി എടുത്തിട്ടില്ല കുറച്ച്, കാരണം നമ്മളെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടും അതുപോലെ എനിക്ക് നല്ല കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ അവരെ വിളിക്കാം, പറയാം. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു ഭാഗ്യമാണ്. കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരോട് എന്ത് വേണേലും നമുക്ക് പറയാം. ഇപ്പോൾ ഒരുപാട് പേര് PSCകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ LP UP അടുത്തത് വരാനായി. അപ്പോൾ അവരുടെ അടുത്തൊക്കെ മിസ്സിന് എന്താണ് പറയാനുള്ളത്? നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടും പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പഠനമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇന്ന് ഞാൻ പഠിച്ചു നാളെ ഇനി റെസ്റ്റ് എടുക്കാം, ആ ഒരു മെൻറ്റാലിറ്റി ആണെങ്കിൽ ഒരിക്കലും നമുക്ക് PSC ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓരോ ദിവസവും നമ്മൾ അറിവ് കൂട്ടി കൊണ്ടുവരണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാം, ഒരു റാങ്ക് ഫയൽ എടുത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു നല്ല റാങ്കാണ് സ്വപ്നം കാണുന്നത്, പെട്ടെന്നാണ് ഒരു ജോലി വേണം, അങ്ങനെ ഒരു ആഗ്രഹമാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഗൈഡൻസ് വേണം. എങ്ങനെ പഠിക്കണം, നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ റാങ്ക് ഫയലിൽ ഉണ്ടാവും. ഏത് പഠിക്കണം ഏത് പഠിക്കേണ്ടെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഗൈഡൻസ് വേണം. അത് എയ്സിലുണ്ട്. കാരണം എയ്സിലെ അധ്യാപകർ അത്രയും നന്നായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യും. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം ഒക്കെ കൃത്യമായിട്ട് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എയ്സ് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ പറയാനുള്ളത് കൃത്യമായിട്ട് പഠിക്കുക, ഒരു ഉഴപ്പും അതിൽ കാണിക്കാതിരിക്കുക. SCERT ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടും പഠിക്കണം. കറണ്ട് അഫെയർസ് എന്തായാലും നോക്കിയേ പറ്റൂ, പേപ്പർ എന്തായാലും വായിക്കണം. പിന്നെ അതുപോലെ റാങ്ക് ഫയൽ നിങ്ങൾ എന്തായാലും കയ്യിൽ വെക്കണം. ആ റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്യണം. ഒരു 2-3 തവണയെങ്കിലും അത് നമ്മുടെ എക്സാം ആവുന്നതിന് മുന്നേ റിവിഷൻ കഴിയണം. സിലബസ് കയ്യിൽ വെച്ചിട്ട് വേണം പഠിക്കാൻ. സിലബസ് കഴിഞ്ഞതിന് ശേഷം മാത്രം മതി പുറത്തേക്കുള്ള പഠനം. സിലബസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് സിലബസ് ഉണ്ട്. LDC പോലെ എന്നുള്ള സിലബസ് അല്ല LP UP, വളരെ ചെറിയ സിലബസാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാവുന്നേ ഉള്ളൂ. എക്സാം ആകുമ്പോഴേക്കും ഒരു 2-3 തവണ നമ്മുടെ ആ സിലബസ് മൊത്തം റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നെ SCERT മലയാളം, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഒഴിവാക്കരുത്. മലയാളം പാഠങ്ങൾ കഥകളാണ്, കവിതകളാണ്, വായിക്കുക, അതിലുള്ള അർത്ഥങ്ങൾ പഠിക്കുക. ഇംഗ്ലീഷ് ആണെങ്കിലും ഗ്ലോസറി പഠിക്കുക. അതിൽ നിന്നൊക്കെയാണ് സിനോണിംസും ആൻറ്റോണിംസും ഒക്കെ വരുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ റാങ്ക് ഫയലിലുള്ള സിനോണിംസും ആൻറ്റോണിംസും ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ റാങ്ക് ഫയൽ എന്തായാലും കംപ്ലീറ്റ് ആയി നമുക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം, അതിലൊന്നും നമ്മൾ വിടാൻ പാടില്ല. ന്യൂസ് പേപ്പർ വായിക്കാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ
മിസ് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്? അതായത് അതിങ്ങനെ വായിച്ചു പോകുന്നതാണോ അതോ നോട്ട് ചെയ്ത് വെച്ചിരുന്നോ? ന്യൂസ് പേപ്പർ ഞാൻ രാവിലെ അല്ല വായിക്കാറ്, ഏറ്റവും രാത്രി ഏറ്റവും അവസാനത്തെ പരിപാടിയായിരുന്നു ന്യൂസ് പേപ്പർ. നല്ല വിശദമായിട്ട് തന്നെ എഡിറ്റോറിയൽ പേജ് വായിക്കും, പിന്നെ പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉണ്ടെങ്കിൽ അത് എഴുതിയെടുക്കും, പിന്നെ ചെറിയ ചെറിയ കുറിപ്പുകളാക്കും. നമ്മളിതിങ്ങനെ ഡെയിലി ഒരേ ന്യൂസൊക്കെ ആകുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ തലയിൽ കയറും. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പുതിയ പുതിയ ഈ കറണ്ട് അഫെയർ കാണുമ്പോൾ നമ്മൾ ബൈ ഹാർട്ട്, അതായത് നമ്മൾ വെറുതെ ആരോ എഴുതിയൊരു നോട്ട് നമ്മൾ പഠിക്കുന്നതിനേക്കാളും നമ്മൾ സ്വയം ആ പേപ്പർ വായിച്ചിട്ടാണ് നമുക്ക് ആ അറിവ് കിട്ടിയതെന്നുണ്ടെങ്കിൽ അതെന്നും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും അത് മറക്കില്ല, വളരെ ഈസി ആയിരിക്കും പഠിക്കാൻ. പിന്നെ അത് മാത്രം പോരാ, പേപ്പറിലുള്ളത് മാത്രം പോരാ, വേറെയും നമുക്ക് ടെലഗ്രാമിലൊക്കെ ഒരുപാട് കിട്ടുമല്ലോ, അതും വേണം, എല്ലാം വേണം. നോട്ട് ഉണ്ടാക്കണം എന്തായാലും, കറണ്ട് അഫെയർസിന് നോട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. പിന്നെ നോട്ട് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ കുട്ടികൾ എല്ലാതും ഒരുമിച്ച് അങ്ങോട്ട് എഴുതുക ചെയ്യുക, അങ്ങനെയല്ല. സ്പോർട്സ് ഒരു സ്ഥലത്ത് കാറ്റഗറൈസ് ചെയ്ത്, പുതിയ പുതിയ ബുക്കുകൾ വരുമല്ലോ, ന്യൂ ബുക്സ് എന്ന് പറഞ്ഞിട്ട്, അത് വേറൊരു സ്ഥലത്ത്. പിന്നെ പുതിയ പുതിയ അവാർഡുകൾ ഉണ്ടെങ്കിൽ അത് വേറൊരു സ്ഥലത്ത്. പിന്നെ നമുക്ക് LP-UP ആണെങ്കിൽ സയൻസ് റിലേറ്റഡ് കറണ്ട് അഫെയർസ് കൂടുതൽ വരുന്നതാണ്. അപ്പോൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത് നിങ്ങൾ വേറൊരു ഭാഗത്ത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് റിവിഷൻ വളരെ ഈസി ആയിരിക്കും. ലാസ്റ്റ് സമയത്ത് ആ സയൻസ്, കൂടുതലും സയൻസ് റിലേറ്റഡ് ആണ് LP-UPക്ക് ചോദിക്കാറുള്ളത്. നമ്മൾ LDC ഒന്നും പോലെ സ്പോർട്സ് അങ്ങനെയൊന്നും ചോദിക്കാറില്ല, കൂടുതലും സയൻസ് ആണ് വരിക. സയൻസ് ഒക്കെ വേറെ എഴുതി വെക്കുകയാണെങ്കിൽ ലാസ്റ്റ് മിഡിൽ ആ സയൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കും. നല്ലൊരു റാങ്കാണ് കിട്ടിയിട്ടുള്ളത്, എത്രയും പെട്ടെന്ന് ജോലി കിട്ടും. അപ്പോൾ ഇനിയുള്ള സർവീസിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നീ തെന്നി തെന്നി ഒഴുകവേ, കുളിരുള്ളിനുള്ളിൽ നിറയവേ, ഒന്നാവാൻ തോന്നുകയോ? നല്ല സന്തോഷമുണ്ട്, നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനുള്ള റിസൾട്ട് തന്നുള്ളതിനാണ് ഏറ്റവും വലിയ സന്തോഷം. നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. റാങ്ക് ജയിച്ചതിൽ സന്തോഷമുണ്ട് എന്നാണ് പറയാൻ. പ്രത്യേകിച്ച് നമുക്ക് വേഗം ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥന.